ലോകത്തിന് മുഴുവൻ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ പണിയായുധം എന്ന് പറയുന്നത് എലോൺ മസ്കാണ്. എലോൺ മസ്കിനും പണി കിട്ടി. എലോൺ മസ്കിൻ്റെ എക്സ് പഴയ ട്വിറ്റർ ഇന്നലെ ഹാക്ക് ചെയ്യപ്പെട്ടു. ആരാണ് ഇതിൻ്റെ പിന്നിൽ? പലസ്തീനാണ്. പലസ്തീൻ ഭീകരന്മാരാണ്. അവർക്ക് അതിനുള്ള ശേഷിയൊക്കെ ഉണ്ടോ? അതാണ് ഇപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. ഇതിനു മുമ്പും ചില കാര്യങ്ങൾ ഹാക്കർമാർ. അപ്പോൾ ഇന്നലെ 3 തവണ മുടങ്ങി എക്സ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലും മുടങ്ങി, ഇന്ത്യ ഉൾപ്പെടെ. അതായത് ഡൗൺ ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ട് ഇത് ട്രാക്ക് ചെയ്യുന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അവർ പറയുന്നത് ഇന്ത്യൻ സമയം 3:30 ഉച്ച കഴിഞ്ഞ്, പിന്നെ 7 മണിക്ക്, പിന്നെ 8:44 3 തവണ ഇത് മുടങ്ങിപ്പോയി. ആളുകൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാതെ വന്നു. യൂസേഴ്സിന് എക്സിലൊന്നും ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പോൾ ഇത് ഇലോൺ മസ്ക് പറഞ്ഞു ഇതിൻ്റെ ഈ ഹാക്കർമാരുടെയൊക്കെ IP അഡ്രസ്സ് ഉക്രൈനിലാണ് എന്ന് പറഞ്ഞു. അയാളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് പലസ്തീൻ ഗ്രൂപ്പ് പറഞ്ഞു അവർ ആണിത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ പലസ്തീൻ ഗ്രൂപ്പിൻ്റെ പേര് ഡാർക്ക് സ്റ്റോം ടീം എന്നാണ്. ഡാർക്ക് സ്റ്റോം ടീം, കറുത്ത കൊടുങ്കാറ്റ്. അപ്പോൾ അവരാണ് എന്നവർ ഉത്തരവാദിത്വം ഏറ്റു. ഇതിൻ്റെ ആപ്പ് അതുപോലെ തന്നെ വെബ്സൈറ്റ് എക്സിൻ്റെ രണ്ടിലേക്കും പല രാജ്യങ്ങളിലും ആളുകൾക്ക് കയറാൻ പറ്റിയില്ല. മസ്ക് പറഞ്ഞു സൈബർ അറ്റാക്കാണ്, പിന്നെ ഒരുപാട് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്, സംഘടിത ഗ്രൂപ്പോ രാജ്യമോ ആണ് എന്നാണ് ഈ ഉത്തരവാദിത്തം അവർ ഏൽക്കുന്നതിന് മുമ്പ് മസ്ക് പറഞ്ഞത്. അമേരിക്ക, ഇന്ത്യ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ യൂസർമാർക്ക് കയറാൻ പറ്റാതെ വന്നു. 40,000 പരാതികൾ ഈ സമയം കൊണ്ട് യൂസർമാരിൽ നിന്ന് വന്നു എക്സിൽ. അതിൽ 56% ആപ്പ് സംബന്ധിച്ചത്, 33% വെബ്സൈറ്റ് സംബന്ധിച്ചത്, 11% സെർവർ സംബന്ധമായിട്ട് ഉള്ളതാണ് വന്നത്. ഈ സമയത്ത് റോയിട്ടേഴ്സിലെ നമ്മുടെ വാർത്താ ഏജൻസി അതിലേക്ക് അജ്ഞാതൻ വിളിച്ചിട്ട് പറഞ്ഞു ഇത് DDoS അറ്റാക്ക് ആണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞത് അത് സൈബർ അറ്റാക്ക് തന്നെയാണ്. ഒരുപാട് പലതരം സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് ആക്രമണം ചെയ്യാണ്. സംഘടിത ഗ്രൂപ്പ് ഉണ്ടാവും പക്ഷെ ഒരുപാട് സിസ്റ്റംസ് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. എന്താ ഈ സമയത്ത് ഒരുപാട് ട്രാഫിക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും, എക്സസീവ് ട്രാഫിക്. അങ്ങനെ ഇത് ജാമാവും ഹാങ് ആവും. അതാണ് ഈ പരിപാടി ഇവർ ചെയ്യുന്നത്. അതാണ് DDoS ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സിൽ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ദേ വാണ്ട് ടു സൈലൻസ് യു, നിങ്ങൾ നിശബ്ദനാക്കാൻ ആരോ ശ്രമിക്കുന്നു എന്ന് മസ്കിനോടൊരു യൂസർ പറഞ്ഞു. മസ്ക് പറഞ്ഞു യെസ് എന്നും പറഞ്ഞു. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. സാധാരണഗതിയിൽ 2 തരം സൈബർ അറ്റാക്കുകൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒരെണ്ണം രഹസ്യമായിട്ട് ചെയ്യുന്നത്, മറ്റേത് വളരെ വിസിബിളായിട്ട് ചെയ്യുന്നത്. ഇത് വിസിബിളായിട്ട് ചെയ്തതാണ്. വിസിബിളായിട്ട് ചെയ്യുന്നത് നോട്ടീസ് ചെയ്യാൻ വേണ്ടി, ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ പണിതിട്ടുള്ളത് 4 പേര് അറിയണം. അത് രാജ്യങ്ങളാകണമെന്നില്ല ചെയ്യുന്നത്, രഹസ്യമായിട്ട് ചെയ്യുന്നതായിരിക്കും രാജ്യങ്ങളിൽ നിന്നാണ് ഇത് ഈ സൈബർ വിദഗ്ധർ പറയുന്നത്. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പ് ഏറ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ ടെലഗ്രാഫിൽ പലസ്തീൻ ഗ്രൂപ്പ് പറഞ്ഞു ഞങ്ങളാണിത് ചെയ്തിരിക്കുന്നത്. 2023 ഇവരിങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തും എന്നിവർ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതായത് നാറ്റോ രാജ്യങ്ങളിൽ പെട്ടവർ പിന്തുണയ്ക്കുന്നവർ ഇവരുടെയൊക്കെ വെബ്സൈറ്റുകൾ ഞങ്ങൾ തകർത്ത് കളയും എന്നിവർ പറഞ്ഞിരുന്നു. അതുപോലെ ഇസ്രയേലിൻ്റെ ഗവൺമെൻറ് സൈറ്റുകൾ, ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സൈറ്റുകൾ ഒക്കെ ഞങ്ങൾ ആക്രമിക്കും എന്ന് ഭീഷണി ഉണ്ടായിരുന്നു. മുമ്പ് ഇവർ ലോസ് ആഞ്ചലസ് എയർപോർട്ടിൻ്റെ മുഴുവൻ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തിൻ്റെ വെബ്സൈറ്റും ചെയ്തിട്ടുണ്ട്. UAE പ്രതിരോധ
മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റും ഇവർ നേരത്തെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ ടൈംസ് എന്ന് പറഞ്ഞ സൈറ്റിൽ ഇതൊക്കെ വാച്ച് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് DDoS അറ്റാക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ സ്മാർട്ട് ക്യാമറകളും റൂട്ടറുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഈ എക്സിന് ബദലായിട്ട് ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. എക്സിനെ പോലെ തന്നെ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ബ്ലൂ സ്കൈ, അതിലേക്കുള്ള ട്രാഫിക് ഇരട്ടിച്ചു. കൂടുതൽ ആളുകളെ അവർക്ക് കിട്ടി. 2021 തുടങ്ങിയതാണ്. പക്ഷെ 2024 പബ്ലിക്കിന് തുറന്നു കൊടുത്തത് ഈ ബ്ലൂ സ്കൈ. അതിലിപ്പം 3 കോടി യൂസർമാരുണ്ട്. അത് ശരി. ബ്ലൂ സ്കൈ എക്സിന് പകരം. എക്സിന് ബദലായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. എക്സിന് പകരമല്ല, ബദൽ. എവിടുന്ന്, ഏത് രാജ്യത്തു നിന്നത്? അത് അമേരിക്കയിൽ നിന്ന് തന്നെ, US-ൻ്റെ തന്നെയാണ്. ഏതായാലും നമ്മൾ ഈ നോക്കുമ്പോൾ ഈ സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് പുതിയ കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് നോക്കൂ, നമ്മൾ ഈ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളും ആശ്രയിച്ചിരിക്കുന്ന മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതിൻ്റെയൊക്കെ നിയന്ത്രണം സായിപ്പിൻ്റെ കയ്യിലാണ്. നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് പോലും ഒരു സ്വന്തമായിട്ട് ഉള്ള ഒരു ഇൻ്റർനെറ്റ് സംവിധാനം ഇല്ല. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബിലൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഉണ്ട്. ഈ വീഡിയോ വെച്ച് നമുക്ക് എക്കാലവും കാണാം. നാളെ യൂട്യൂബിൻ്റെ മുതലാളി യൂട്യൂബ് അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്താൽ തീർന്നു. പണ്ട് ഓർക്കുന്നില്ലേ, ഈ ഫേസ്ബുക്ക് വരുന്നതിന് മുമ്പ് ഓർക്കുട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുട്ടിലായിരുന്നു. ഓർക്കുട്ട് അവിടെ പോയി. ഗൂഗിൾ പ്ലസ് ഉണ്ടായിരുന്നു അല്ലേ, അത് പോയി. അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. സ്കൈപ്പ്, ഔദ്യോഗികമായിട്ട് ഈ വീഡിയോ കോളിംഗ് ആപ്പായിരുന്നു സ്കൈപ്പ്, പ്രവർത്തനം അവസാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് ചിലത് ഏറ്റെടുത്തിട്ട് അവസാനിപ്പിക്കും. പിന്നെ ഒരു പഴയ മെയിലുകളുണ്ട്, റീഡിഫ് മെയിലൊക്കെ ഉണ്ടായിരുന്നു. MSN റീഡിഫ് മെയിൽ, ഹോട്ട് മെയിൽ ഇപ്പോൾ ഉണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ജിമെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റകളുടെ അവസ്ഥ എന്താണ്? എല്ലാം പോയില്ലേ? എല്ലാം പോയി. അപ്പോൾ ഇത് വിദേശ രാജ്യത്തിൻ്റെ കയ്യിൽ ഈ സംവിധാനം ഇരിക്കുമ്പോൾ അതിൻ്റെ നിയന്ത്രണം ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഒരു സ്വന്തം സംവിധാനം ഉണ്ടാക്കിയാൽ പോലും അതിനെ ബാഹ്യശക്തികളെ ആക്രമിക്കാം. ഇപ്പോൾ മസ്കിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ 3 വ്യവസായങ്ങൾ, ഏറ്റവും വിജയകരമായി ഏറ്റവും ചെറിയ പ്രായത്തിൽ 50,000 കോടിക്ക് മേൽ ഡോളർ വരുമാനമുള്ള 3 വ്യവസായങ്ങൾ. ഒന്ന് ടെസ്ല, പിന്നെ സ്റ്റാർലിങ്ക്, സ്പേസ് എക്സ്. 3 എണ്ണം ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ഓട്ടോമൊബൈൽ, സ്പേസ് ടെക്നോളജി, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ. ഈ 3ലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനം അതിന് മാത്രമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടാവും. എന്നിട്ട് പോലും ഏതാനും മണിക്കൂറുകൾ അതിനെ സ്തംഭിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഇപ്പോൾ ഇന്ന് ലോകം ഒന്നല്ലല്ലോ, 2 ലോകമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ലോകവും ഒരു വെർച്വൽ ലോകം. വെർച്വൽ ലോകത്തിൻ്റെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്, പതറ്റിക്കാണ്. പക്ഷേ നമ്മുടെ രാജ്യം ഇപ്പോഴും നമ്മുടെ സ്വന്തം ഒരു ഇന്ത്യൻ സെർവറുകളുള്ള ഒരു യൂട്യൂബോ ഒരു ഫേസ്ബുക്കോ ഒരു ഗൂഗിളോ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. അതെ, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇയാൾ പറയുന്നുണ്ടല്ലോ, മസ്ക് ഇന്നലെയും പറഞ്ഞിരുന്നു, ഞാൻ സ്റ്റാർലിങ്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യുക്രൈൻ യുദ്ധം തീരും. കാരണം മറ്റ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ നെറ്റ്വർക്കുകളും പോയി. ഇപ്പോൾ സ്റ്റാർലിങ്ക് വഴി സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഡാറ്റ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതൊക്കെ. ഞാനൊരു സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്താൽ മതി, ഉക്രൈൻ തീർന്നു. ഉക്രൈനിലെ ഒരു വിമാനവും പറക്കില്ല, ഒരു മിസൈലും പോകത്തില്ല, തീർന്നു, പണി തീർന്നു. യുക്രൈൻ ഹെവിലി ഡിപ്പെൻഡൻ്റ് ആണ് ഈ സ്റ്റാർലിങ്കിൽ. അവരാവശ്യപ്പെട്ടിട്ട് ആ സമയത്ത് കൊടുത്തതാണ്. കാരണം അന്ന് അമേരിക്ക അവരുടെ കൂടെയായിരുന്നു. അതെ. പിന്നെ ഒരു പ്രത്യേക മേഖലയിൽ യുക്രൈന് ഡാറ്റ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് റഷ്യൻ താല്പര്യമുള്ള മേഖലയായിരുന്നു. ആ സമയത്ത് കഴിഞ്ഞ കൊല്ലം തന്നെ മസ്ക് അത് കൊടുത്തിരുന്നില്ല അവർക്ക്. അപ്പോൾ തോൽപ്പിക്കാൻ കഴിയുന്നുള്ളത് വളരെ വ്യക്തമാണ് സ്റ്റാർലിങ്ക് വെച്ചിട്ട്. പിന്നെ ഫീസ് വലുതായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ എലൺ മസ്കിനെതിരെ ഈ ഇസ്രയേലിൻ്റെ ഒരുപാട് പ്രതിരോധ, അതുപോലെ ഫിനാൻസ്, ഇതൊക്കെ ഹാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ട്രംപിൻ്റെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തിരുന്നു. ഇതൊക്കെ ഈ രാജ്യങ്ങളും ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ പലസ്തീൻ ഗ്രൂപ്പ് ഈ രംഗത്ത് വന്നല്ലോ, ഡാർക്ക് സ്റ്റോർ. ഒരു പക്ഷേ ഇതിന് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ, ഈ സോറോസ് പോലെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ബാക്കിംഗ് ഉണ്ടാകാതെ വരില്ല.
വരില്ല, തീർച്ചയായും. എന്തായാലും ഒരു ഫിനാൻസ് ബാക്കിംഗ് വേണം. അതുപോലെ ഈ മസ്കിന് വലിയ സംവിധാനങ്ങളാണല്ലോ. ഹാക്കിങ്ങിനെതിരായ എല്ലാ മുൻകരുതലും എടുത്തിട്ടായിരിക്കും നിൽക്കുന്നത്. അതിന് ഇന്നലെ 3 തവണ തുടർച്ചയായിട്ട് ആക്രമണം ഉണ്ടായി. അപ്പോൾ വലിയ ശത്രു. അതിൽ രണ്ടാമത്തെ ലോകത്തിൽ നമ്മൾ ഒട്ടും സുരക്ഷിതരല്ല. ഒന്നാമത്തെ ലോകത്തിൽ തന്നെ നമ്മുടെ സുരക്ഷിത എത്രയുണ്ടെന്ന് അറിയാം. അപ്പോൾ രണ്ടാമത്തെ ലോകത്തിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സേഫ്റ്റിയാണ് നമുക്കുള്ളതെന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാനും മസ്കിന് ശരിക്കും പറ്റിയില്ല. കാരണം യുക്രൈനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷെ പിന്നീട് വ്യക്തമായി പലസ്തീൻ ഗ്രൂപ്പാണ് അവർ ക്ലെയിം ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. മസ്കും ആ പ്രതിസന്ധിയെ നേരിടുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.